തിരുവിഷ്ട മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. ക്രിസ്തുവിൻ്റെ രാജത്വ തിരുനാൾ. ശുലറ്റം പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. നമ്മുടെ അകമേ വസിക്കുന്ന ഒരുവനായി, എല്ലാറ്റിനും ഉപരിയായ ഒരുവനായി ഒരേ സമയം ക്രിസ്തുവിനെ എങ്ങനെ കാണാൻ പറ്റും? എൻ്റെ രാജാവായും എൻ്റെ അധിപനായും എന്നിൽ പ്രവർത്തിക്കുന്നവനായും ക്രിസ്തുവിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? യേശു രാജാവാണ്, എൻ്റെ മേൽ അധികാരമുള്ളവനാണ്, എന്നെ നയിക്കുന്നവനാണ്, എന്നിൽ പ്രവർത്തിക്കുന്നവനാണ് എന്ന ഈ ദ്വന്ദ്വാവസ്ഥ എങ്ങനെയാണ് യാഥാർത്ഥ്യമാകുക? എല്ലാറ്റിനും ഉപരിയായ സകലത്തിനെയും സൃഷ്ടാവായ ഒരുവനാണ് യേശു. അതേസമയം അവൻ എൻ്റെ അകമേ വസിക്കുന്നു. ഇങ്ങനെ യേശുവിന് എങ്ങനെ വസിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ എങ്ങനെ കഴിയും എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ രാജത്വത്തെ വേണ്ടും വണ്ണം മനസ്സിലാക്കാനോ വിശ്വസിക്കാനോ നമുക്ക് കഴിയില്ല. യേശു ഫരിസേയരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദാവീദിന്റെ പുത്രൻ എന്ന് കർത്താവിനെ പറയുന്നു. ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് ദാവീദിന്റെ പുത്രനായിട്ടാണ്. ദാവീദ് തന്നെ കർത്താവേ എന്ന് വിളിക്കുന്നു. അതെങ്ങനെ സാധ്യമാകും എന്നാ ചോദിക്കുന്നത്. യേശു യഥാർത്ഥത്തിൽ സൃഷ്ടാവും പരിപാലകനുമാണ്, സകലത്തിൻ്റെയും ഉടയവനാണ്, എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നവനാണ്, എല്ലാറ്റിനെയും ഉള്ളം കയ്യിൽ വഹിക്കുന്നവനാണ്. അങ്ങനെ ഞാനും നിങ്ങളും അവൻ്റെ സൃഷ്ടിയാണ്, അവൻ്റെ ഉള്ളം കയ്യിലാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് അവൻ വസിക്കുന്നു. നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനായി, നമ്മിൽ പ്രവർത്തിക്കുന്നവനായി അവിടെ നിന്ന് ജീവിക്കുന്നു. നാം യേശുവിലാണ് ജീവിക്കുന്നത്, യേശു നമ്മിലാണ് ജീവിക്കുന്നത്. ഇങ്ങനെ പറിച്ചു മാറ്റാൻ പറ്റാത്ത, അല്ലെങ്കിൽ വിഭജിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സമ്പൂർണ്ണ ലയനാനുഭവത്തിനകത്താണ് നാം ജീവിക്കുന്നതെന്ന പരമാർത്ഥം നാം തിരിച്ചറിയുമ്പോഴാണ് ജീവിതത്തിൽ എങ്ങനെ ക്രിസ്തു രാജാവായി അനുഭവപ്പെടണം എന്നതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകുക. പ്രപഞ്ച സൃഷ്ടാവായ ഒരുവൻ എൻ്റെ അകമേ വസിക്കുകയും അവൻ്റെ ഇഷ്ടത്തിനൊത്ത് ഞാനായിത്തീരുകയും അവനെ രാജാവായി അംഗീകരിച്ച് അവൻ്റെ ആജ്ഞാനുസാരം ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ രാജത്വത്തിൻ്റെ അനുഭവതലം യാഥാർത്ഥ്യമായിട്ട് ജീവിത വഴി കാണാൻ പറ്റുക. ചിലറ്റം പ്രിയപ്പെട്ടവരെ, യേശു രാജാവാണെന്ന് അതരം കൊണ്ട് പറയുന്ന നിരവധിയായ ജാഥകൾ നമുക്ക് കാണാൻ കഴിഞ്ഞേനെ കൊറോണ ഇല്ലായിരുന്നെങ്കിൽ. ഞങ്ങളുടെ രാജാവ് യേശുവാണ്. എന്തൊരു അബദ്ധമാണ്. നാളെ വേറൊരു ഭരണാധികാരി വന്നിട്ട് ഈ രാജത്വത്തിൽ നിന്ന് ക്രിസ്തുവിനെ മാറ്റും. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പോൾ ഒരു ഭരണാധികാരി രാജത്വം പറയുന്നു, പോളണ്ടിൻ്റെ രാജാവ് ക്രിസ്തുവാണെന്ന് പറയുന്നു. നാളെ വേറൊരാൾ വന്നിട്ട് വേറൊരാൾ ഭരണത്തിൽ വരും, ഇയാൾ മരിക്കുമല്ലോ. അങ്ങനെ വേറൊരാൾ അധികാരത്തിൽ വന്നിട്ട് പറയും ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. അങ്ങനെ മനുഷ്യൻ്റെ കയ്യിൽ ഇട്ട് തട്ടാവുന്ന ഒരു പന്തായിട്ട് ദൈവത്തെ മാറ്റാൻ സാധ്യമല്ല. ക്രിസ്തു സമ്പൂർണ്ണതയായി അകമേ വസിക്കുകയും വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അതീശത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഈ പരമനന്മയായ, സകല നന്മ സ്വരൂപിയായ, സർവ്വവ്യാപിയായ, സകലത്തിൻ്റെയും ഉടയവനായ ദൈവം എൻ്റെ അകത്ത് ഈ അധികാരം ഏറ്റെടുക്കുമ്പോൾ അകമേ വസിക്കുന്നവൻ ഈ പുറമേ സകലത്തിൻ്റെയും ഉണ്മയായ ഒരുവൻ്റെ ജീവിതാനുഭവത്തിലേക്ക് വരും. തൻ്റെ ചരിത്ര ജീവിതകാലത്ത് യഹൂദ ജനത നേരിട്ടൊരു വൈരുദ്ധ്യാനുഭവത്തെക്കുറിച്ച് ക്രിസ്തു പറയുന്നുണ്ട്. നിങ്ങളുടെ പുരോഹിതന്മാർ, നിയമജ്ഞർ അഗ്രാസനങ്ങളിൽ ഇരിക്കുന്നു. അങ്ങനെ ഇരുന്നിട്ട് അവർ നിങ്ങളോട് നിയമത്തെക്കുറിച്ച് പറയുന്നു. അവർ ജീവിക്കുന്ന നിയമം അനുസരിക്കാതെയാണ്. നിങ്ങൾ അവർ പറയുന്നത് അനുസരിക്കണം, പക്ഷെ അവർ ചെയ്യുന്നത് നിങ്ങൾ അനുകരിക്കരുത്. കാരണം അവർ പറയുന്നത് ദൈവത്തെക്കുറിച്ചാണ്, അവർ ജീവിക്കുന്നത് ദൈവത്തിലല്ല. നമുക്കും ഉണ്ടാകാനിടയുള്ളൊരു വൈരുദ്ധ്യാവസ്ഥയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് യേശുവിൻ്റെ വചനം നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ യേശു പറഞ്ഞ കാര്യം നമ്മൾ പറയുന്നു, യേശുവിനെക്കുറിച്ച് നമ്മൾ പറയുന്നു, നമ്മൾ ജീവിക്കുന്ന യേശു പറയുന്നത് പോലെയല്ല. അതിന് കാരണം ഇതാണ്: ഈ പുറമേ ദൈവത്തെ സമ്പൂർണ്ണമായി അംഗീകരിക്കുമ്പോഴും അകം അംഗീകരിക്കുകയും ആ ആജ്ഞയ്ക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്യാതെ വരുമ്പോൾ ജീവിതത്തിൽ കർത്താവ് അല്ലാണ്ടായിട്ട് മാറിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ നേതാവെന്ന് ആരെയും വിളിക്കരുത്, രാജാവെന്ന് നിങ്ങളുടെ ഇടയിൽ ആരെയും വിളിക്കരുത്, പിതാവെന്ന് വിളിക്കരുത്. പകരം എന്ത് വിളിക്കണം? സഹോദരന്മാരാണെന്ന ബോധ്യത്തിൽ തന്നെ. ഇപ്പോൾ സാഹോദര്യത്തെക്കുറിച്ചൊക്കെ ഫ്രഞ്ച് വിപ്ലവം പറഞ്ഞു എന്നാണ് നമ്മൾ സാധാരണ ചരിത്രം പഠിക്കുക. ഇക്കാര്യം പറയണില്ല. ക്രിസ്തു വളരെ ഭംഗിയായി നിങ്ങളുടെ ഇടയിൽ
സാഹോദര്യമേ ഉണ്ടാകാവൂ, ആധിപത്യ സ്വഭാവം ഉണ്ടാകരുത്. കാരണം അധിപനായ ഒരുവനേ ഉള്ളൂ, അവൻ യേശുവാണ്. അവൻ അകമേ വസിക്കുന്നു. അവൻ സകലതിൻ്റെയും ഉടയവനാണ്, സകലതിലും നിറഞ്ഞു വസിക്കുന്നവനാണ്. ആ ദൈവം അകമേ വസിക്കുന്നുണ്ട്. അവൻ്റെ ആധിപത്യത്തിൽ വിധേയപ്പെടണം, അവൻ്റെ ഇഷ്ടാനുസാരം ജീവിക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് ദൈവരാജ്യ അനുഭവത്തിലേക്ക് വരിക. അവൻ നമ്മുടെ രാജാവായി മാറുമ്പോൾ ഹൃദയത്തിനകത്ത് വസിക്കുന്ന കർത്താവായ ദൈവത്തെ രാജാവായിട്ട് അംഗീകരിക്കണം. അങ്ങനെ അല്ലാതെ ആചാരങ്ങളുടെ മഹിമയെക്കുറിച്ച് പറഞ്ഞ് ആചാരമാണ് ദൈവമെന്ന് പഠിപ്പിച്ച നിയമജ്ഞരെയും ഫരിസേയരെയും അവരെ ശാസിക്കുന്നുണ്ട്. യേശു പറയുന്നു, നിങ്ങൾ ദേവാലയത്തെ കൊണ്ട് ആണയിടുമ്പോൾ അതിലെ ബലിമേശയെ കൊണ്ടും അതിലർപ്പിക്കുന്ന ബലിവസ്തുവിനെ കൊണ്ടും സകലതിനെ കൊണ്ടും ആണയിടുന്നു. അതുകൊണ്ട് നിങ്ങൾ ആണയിടരുത് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദേവാലയം ക്രിസ്തുവാണെന്ന പരമമായ യാഥാർത്ഥ്യം നാം ഓർക്കണം. ആ ദേവാലയം നമ്മൾ തന്നെയാണ്. നമ്മുടെ അകമേ അവിടെ നിന്ന് വസിക്കുന്നുണ്ട്, നമ്മളാകട്ടെ വസിക്കുന്നത് അവനിലുമാണ്. ഇങ്ങനെ വിഭജിക്കാൻ കഴിയാത്ത രീതിയിലൊരു ബന്ധത്തിലാണ് നമ്മൾ, അവനിലാണ് നമ്മൾ, നമ്മിൽ പ്രവർത്തിക്കുന്നത് അവനാണ്. ഈ ഒരു ബോധ്യത്തോടെ ജീവിക്കുമ്പോഴാണ് യേശുവിനെ രാജാവേ എന്ന് വിളിക്കുന്നത് അർത്ഥപൂർണമായിട്ട് മാറുക. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയുന്ന സോളമനോട് ദൈവം പറയുന്നുണ്ട്, നീ എനിക്ക് ആലയം പണിയുകയാണല്ലോ. ഈ ആലയം ബാഹ്യമായി പണിയുന്നതിലല്ല കാര്യം, എൻ്റെ നിയമം അനുസരിക്കുന്നതിലാണ്, കൽപ്പനകൾ പാലിക്കുന്നതിലാണ്. അതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഗുണകരമായിട്ട് അനുഭവപ്പെടുക എന്ന് സോളമനോട് കർത്താവ് അരുൾ ചെയ്യുന്നുണ്ട്. അത് സോളമൻ പണിയുന്ന ആലയത്തിൽ എന്നതിനേക്കാൾ തൻ്റെ നിയമം പാലിക്കുന്ന ജനതകളുടെ ഇടയിൽ വസിക്കുന്നവനാണ് താനെന്ന് അവിടെ നിന്ന് വെളിപ്പെടുത്തും. ഈ ജനതയുടെ ഇടയിൽ ഞാൻ വസിക്കും, നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ. അല്ലാതെ ഒരു ഭവനത്തിനകത്തല്ല, ഈ പാലിക്കുന്നവരുടെ കൂടെയാണ് ദൈവത്തിൻ്റെ വാസമെന്നറിയണം. എസെക്കിയേൽ പ്രവചനത്തിൽ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട്, ദേവാലയത്തിനകത്ത് വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഇസ്രായേൽ ജനതയുടെ ഇടയിലാണ് ഞാൻ വസിക്കുക, ഇസ്രായേലിനോട് കൂടെയാണ് ഞാൻ വസിക്കുക. തൻ്റെ നിയമം പാലിക്കുന്ന, തന്നിൽ വിശ്വസിക്കുന്ന, തന്നിൽ ആശ്രയിക്കുന്നവരുടെ ഇടയിൽ മധ്യേ വസിക്കുന്നൊരു ദൈവമായിട്ടാണ് ദൈവം വരിക. അല്ലാതെ ഒരു സ്ഥലത്ത് വസിക്കുന്ന ആളായിട്ടല്ല താൻ സ്വയം അനുഭവപ്പെടുത്തുകയെന്ന്, തൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുകയെന്ന് ദൈവം പറയും. എങ്ങനെയാണ് യേശു രാജത്വത്തിലേക്ക് പ്രവേശിക്കുന്നത്? തൻ്റെ തന്നെ രക്തമർപ്പിച്ചുകൊണ്ടാണ്, ജീവൻ അർപ്പിച്ചുകൊണ്ടാണ്. നമ്മുടെ കുറവുകൾക്കും പോരായ്മകൾക്കും പരിഹാരമായി സ്വയം അർപ്പിച്ചുകൊണ്ടും ലോകാധിപത്യങ്ങൾക്ക് മീതെ തൻ്റെ ജീവൻ അർപ്പിച്ചുകൊണ്ടും ക്രിസ്തു സമ്പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുകയും നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുകയും ചെയ്തു. അങ്ങനെ രാജാതിരാജനായിട്ടുണ്ട് അവിടുന്ന് എന്നൊരു പരമമായ ബോധ്യം ഹൃദയത്തിനകത്ത് ഉറപ്പിച്ചുകൊണ്ട് ജീവിത വഴിയെ മുഴുവൻ ക്രിസ്തുവചനങ്ങൾക്കനുസരിച്ചാക്കി മാറ്റുമ്പോഴാണ്, സ്നേഹത്തിൽ വ്യാപരിക്കുമ്പോഴാണ് ക്രിസ്തു രാജാവാണെന്ന് പറയുന്നതിന് അർത്ഥമുണ്ടാകുക. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അപ്രകാരം ജീവിതം കൊണ്ട് ക്രിസ്തുവിൻ്റെ രാജത്വത്തെ ഏറ്റുപറയാൻ, ആനുകാലിക സമൂഹത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.